കേരളത്തിന് ആത്മീയ ടൂറിസത്തിൽ അനന്ത സാധ്യതയെന്ന ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവിൽ സന്ദർശനം നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ശബരിമലയിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നിഷേധാത്മക നിലപാടുകൾ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഗോവ ഗവർണർ ക്ഷേത്ര ദർശനം നടത്തിയത്. കേരളത്തിൽ ആത്മീയ ടൂറിസത്തിന് അനന്തമായ സാധ്യതയുണ്ടെന്നാണ് സന്ദർശനത്തിനിടെ ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. ടൂറിസം കൊണ്ട് സമ്പന്നമായ സംസ്ഥാനമാണ് ഗോവ. ഗോവയിലെ എല്ലാ ഗ്രാമങ്ങളിലും യാത്ര ചെയ്ത അനുഭവത്തിലാണ് ഇക്കാര്യം പറയുന്നതെന്നും അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറഞ്ഞു. അപ്പോൾ ടൂറിസം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ആളോഹരി വരുമാനം പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമാണ് ഗോവ. അതുകൊണ്ട് കേരളത്തിന് അതുപോലെ അനന്തമായ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആരെയും പഴിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നമ്മളെല്ലാം കൂടെ ശ്രമിച്ചാൽ ഇതും അതുപോലുള്ള ആത്മീയ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കാവുന്ന അനന്ത സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. അതേസമയം ശബരിമലയിൽ ദിനംപ്രതി ലക്ഷത്തോളം പേർ ദർശനത്തിനായി എത്തുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ നിഷേധാത്മകത കാണിക്കാതെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ നമ്മൾ അതിന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്നു? ശബരിമല സങ്കല്പത്തിലുള്ള ക്ഷേത്രം നമ്മുടെ നാട്ടിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട്. ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ട്. അപ്പോൾ ആളുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾക്ക് ശബരിമലയിലേക്ക് എത്തിപ്പെടാൻ എന്തുള്ള കാരണം? ഡൽഹിയിലുള്ള ഒരാൾ യാതന സഹിച്ചുകൊടുത്താൻ കാരണം എന്താ? റിസൾട്ട്. അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന, അവരാഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ ഈ ബാക്കി ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇവിടേക്ക് എത്തുന്നത്. മറ്റേ ഞാൻ കുറച്ച് കാണുകയല്ല. ഏതായാലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഗവർണറെ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി സ്വീകരിച്ചു. സൈജു കാനാടി, ശൈലേഷ് കാനാടി, കൃഷ്ണരാജ് കാനാടി, TC സേതുമാധവൻ, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ജനം, തൃശൂർ.